കഴിഞ്ഞ എപ്പിസോഡിൽ ചാൻസയുടെ വിവാഹമാണ് നമ്മൾ കണ്ടത്. ആ വിവാഹത്തിൽ സംശുവാനും പങ്കെടുത്തിരുന്നു. അതിനിടയിലാണ് നിയാൻ കയറി വന്നത്. നിയാൻ അവിടുത്തെ ആഘോഷം അധികം നിന്ന് കൊളമാക്കുന്നതിനു മുമ്പേ സംശുവാൻ അവളെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ആ സമയത്തെല്ലാം അവിടെ ഇല്ലാതിരുന്ന ഒരാളുണ്ട്, നമ്മുടെ യേശിച്ചി. അവൻ വീടിനടുത്തുള്ള ആ നദിക്കരയിൽ തനിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ ഷാവ്യാവോടൊപ്പം കൂടിയിട്ട് 6 വർഷമായി. സംശുവാൻ പോയി കഴിഞ്ഞ് ഷാവ്യാവ അങ്ങോട്ട് വന്നു. അവൾ അവനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നീയും നിയാനും ഒരുപോലെയാണ്. മറ്റുള്ളവരെ നിങ്ങൾ തുല്യരായല്ല കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളവരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. നിയാൻ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ അവൾക്കൊന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നാറുള്ളത്. നിന്നെ കാണുമ്പോൾ നിന്നെ വലിച്ച് താഴെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നും. ആ സമയത്താണ് അടുത്തയാൾ അവിടെ എത്തുന്നത്, നമ്മുടെ ഷാങ്ലു. ഷാവ്യാവ് ഉടനെ അവനോടൊപ്പം പോവാനൊരുങ്ങി. പക്ഷേ യേശിച്ചി അവളെ തടഞ്ഞു. ഇത് കണ്ട് ഷാങ്ലു അവന്റെ ഐസ് കൊണ്ടുള്ള ആയുധങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങി. യേശിച്ചിയാണെങ്കിൽ അവന്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് വായുവിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അവർ തമ്മിലിപ്പോൾ ഒരു യുദ്ധം തുടങ്ങുമെന്നായപ്പോൾ ഷാവ്യാവ് വേഗം പോയി ഷാങ്ലുവിന്റെ പരുന്തിന് പുറത്തു കയറി അവനൊപ്പം പോയി. ഷാങ്ലു ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ കൊണ്ട് നല്ല ദേഷ്യത്തിലാണ്. അതുകൊണ്ട് ഷാങ്ലുവിന്റെ പക്ഷി തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം പറക്കാൻ തുടങ്ങി. താഴെ വീഴാതിരിക്കാൻ ഷാവ്യാവ് വല്ലാതെ കഷ്ടപ്പെട്ടു. കരയിലെത്തിയതിനു ശേഷം ഷാങ്ലു ഷാവ്യാവോട് ചോദിച്ചു, നിന്റെ ആത്മീയ ഊർജം എന്തുകൊണ്ടാണ് ഇത്രയും താഴ്ന്നിരിക്കുന്നത്? അവന്റെ പരുന്തിന് പുറത്തുനിന്നും വീഴാതിരിക്കാൻ അവൾ കഷ്ടപ്പെടുന്നത് കണ്ടതുകൊണ്ടാവാം അവനിങ്ങനെ ചോദിച്ചത്. ഷാവ്യാവ് പറഞ്ഞു, ആദ്യമൊക്കെ എന്റെ ആത്മീയ ഊർജം ഇത്രയും കുറവല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ പ്രായത്തിലുള്ളവരെക്കാൾ കൂടുതലായിരുന്നു എന്റെ ആത്മീയ ഊർജം. ആ ബുദ്ധിയില്ലാത്ത കുറുക്കൻ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ആ ഭൂതം എനിക്കൊരു മരുന്ന് തന്നു. എന്റെ ആത്മീയ ഊർജം കേന്ദ്രത്തിൽ നിന്നും രക്തത്തിലേക്ക് ഒഴുകാനുള്ള ഒരു മരുന്നായിരുന്നു അത്. എന്നെ ഭക്ഷിക്കുന്നത് എളുപ്പമാക്കാനാണ് അവനത് ചെയ്തത്. ഇപ്പോഴെന്റെ ആത്മീയ ഊർജം എന്റെ ശരീരത്തിലോടുന്ന രക്തത്തിലാണുള്ളത്. അങ്ങനെയാണ് ഷാവ്യാവയുടെ രക്തത്തിന് മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള ശക്തി കിട്ടിയത്. ആ 30 വർഷം നീ ആ ഭൂതത്തിന്റെ തടവറയിൽ എങ്ങനെയാണ് കഴിഞ്ഞത്? ആദ്യം ഞാൻ അവനോട് പൊരുതാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ അവനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ മർദ്ദനം പേടിച്ച് പിന്നീട് ഞാനത് നിർത്തി. പിന്നെ ഞാൻ മിണ്ടാതെയായി. ഒരു സമയത്ത് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. പിന്നെ ഞാൻ അവനെ കൊല്ലുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഷാവ്യാവ് ചോദിച്ചു, നിനക്ക് എന്റെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ വിഷമങ്ങൾ കുറവായി തോന്നുന്നുണ്ടോ? നിനക്ക് ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്റെ ഭൂതകാലത്തെക്കുറിച്ച് കുറച്ച് കൂട്ടി പറയാം. ഷാവ്യാവ് യേശിച്ചിയെയും ഷാങ്ലുവിനെയും കുറിച്ച് നന്നായി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവന്റെയും ഷാവ്യാവയുടെയും ഭൂതകാലം ഒരുപോലെയാണെന്ന് തോന്നലാണവന്. കുറച്ചു കഴിഞ്ഞ് ഷാങ്ലു ഷാവ്യാവയെ തിരിച്ചു കൊണ്ടുചെന്നാക്കി. പോകുന്നതിനിടയിൽ ഷാവ്യാവ് ആ പക്ഷിയുടെ ഒരു തൂവൽ പറിച്ചെടുത്തു. ആ പരുന്ത് കുറച്ചു മുമ്പ് അവളോട് ചെയ്തത് അവൾ മറന്നിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് ഷാവ്യാവ് ചോദിച്ചു, നീ എന്തിനാണ് ചെൻറോങ് സൈന്യത്തിനൊപ്പം നിൽക്കുന്നത്? ചെൻറോങ് സൈന്യം ദേവന്മാരുടെ സൈന്യമല്ലേ? അവർക്ക് അസുരനായ നിന്നെ ഒരു വിലയും ഉണ്ടാവില്ലല്ലോ. അധികാരമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഷിയാൻ രാജാവിനോടൊപ്പം ചേരാത്തതെന്താ? ഇത് കേട്ടതും ഷാങ്ലുവിന്റെ മുഖം മുറുകി, കണ്ണുകൾ പ്രതികാരം കൊണ്ട് ചുവന്നു. അവൻ ഷാവ്യാവയുടെ ദേഹം തീ കൊണ്ട് വലിഞ്ഞു മുറുക്കി. ഷാവ്യാവയുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ ഷാവ്യാവ് വേഗം അവനോട് മാപ്പ് പറഞ്ഞു. ഒടുവിൽ ഷാങ്ലു ഷാവ്യാവയെ നദിക്കരയിൽ ഇറക്കി. യേശിച്ചി അപ്പോഴും അവളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഷാവ്യാവയുടെ ഒരവസ്ഥ, ഒരു ചേട്ടനുള്ളത് അവളെ തിരിച്ചറിയുന്നില്ല. ഷാങ്ലു ആണെങ്കിൽ ദേഷ്യം വരുമ്പോൾ അവളെ ഉപദ്രവിക്കും. യേശിച്ചിയോ അവൻ എപ്പോൾ അവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് അറിയില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ചിങ്ഷെ പട്ടണത്തിലേക്ക് ഒരു കുതിരവണ്ടി വന്നു. ആ കുതിരവണ്ടി കണ്ടാൽ തന്നെ അറിയാം അതൊരു വലിയ കുടുംബത്തിന്റേതാണെന്ന്. അതിനകത്തു നിന്നും ഒരു പെണ്ണിറങ്ങി വന്നു. അവൾ വന്നിരിക്കുന്നത് ചിങ്ഷയിലെ അധികാരി യുവിന്റെ വീട്ടിലേക്കാണ്. ഷാവ്യാവയുടെ വൈദ്യശാലയടക്കം ചിങ്ഷയിലെ മിക്ക കടകളും അധികാരി യുവിന്റേതാണ്. കുറച്ചു കഴിഞ്ഞ് മാസ ഷാവ്യാവയുടെ അടുത്ത് ഓടിയെത്തി. അവനൊരു വാർത്ത അറിയിക്കാൻ വന്നതാണ്. അധികാരി യു ഷാവ്യാവയുടെ വൈദ്യശാലയടക്കം നദിക്കരയിലുള്ള എല്ലാ കടകളും ഒഴിപ്പിക്കാൻ പോവുകയാണ്. അതെങ്ങനെ സാധിക്കും? ഈ സ്ഥലം ഇങ്ങനെ ആക്കിയെടുത്തതിന് പിന്നിൽ എന്റെയും ഷാലുവിന്റെയും ഒരുപാട് അധ്വാനമുണ്ട്. ഈ സ്ഥലം അധികാരിയുടേതാണെന്ന് കരുതി തോന്നിയതുപോലെ ചെയ്യാമെന്നാണോ? ഷാവ്യാവയ്ക്കും നദിക്കരയിൽ ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവൾ യേശിച്ചിയെയും കൂട്ടി അധികാരി യുവിന്റെ വീട്ടിലെത്തി. എന്റെ കട ഒഴിപ്പിക്കരുത്, വേണമെങ്കിൽ ഞങ്ങൾ വാടക കൂട്ടിത്തരാം എന്ന് ഷാവ്യാവ് അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി. ഇത് കേട്ട് അധികാരി യു പറഞ്ഞു, ഈ സ്ഥലമെല്ലാം പ്രഭുവിന്റേതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരൻ മാത്രമാണ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഇത് കേട്ട് ഷാവ്യാവ് നിരാശയോടെ മടങ്ങാനൊരുങ്ങി.
ആ സമയത്താണ് നേരത്തെ കുതിരവണ്ടിയിൽ വന്ന പെണ്ണ് അവിടെ വരുന്നത്. അവളുടെ പേര് ജിങ്ങി എന്നാണ്. ജിങ്ങി യേശിച്ചിയെ കണ്ടു. ഉടനെ അവൾ ഓടി വന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. പ്രഭു, അങ്ങ് മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഞങ്ങളാരും അത് വിശ്വസിച്ചില്ല. 10 വർഷമായി ഞങ്ങൾ അങ്ങയെ തിരയുകയായിരുന്നു. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും യേശിച്ചിയെ വണങ്ങി. യേശിച്ചിയാണെങ്കിൽ മരവിച്ച പോലെ നിൽക്കുകയാണ്. ശ്യാവ്യാവ് പേടിച്ചത് തന്നെ നടക്കുകയാണ്. യേശിച്ചിയുടെ കുടുംബം അവനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ശ്യാവ്യാവ് അവിടെ നിന്നും ഇറങ്ങി. യേശിച്ചിക്ക് ശ്യാവ്യാവയുടെ കൂടെ പോകണമെന്നുണ്ട്. പക്ഷേ ജിങ്ങി അവന്റെ കാലിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. വീട്ടിൽ തിരിച്ചെത്തിയ ശ്യാവ്യാവയുടെ മുഖം വല്ലാതെ ഇരിക്കുകയായിരുന്നു. എന്നാലും അവൾ എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ വൈദ്യശാല അവർ തിരിച്ചെടുക്കില്ല. ഞാൻ അവരോട് സംസാരിച്ചു. ഇത് കേട്ട് അമ്മാവൻ മൂവിനും ചാൻസുവിനും സാങ് ധ്യാനറിനും സന്തോഷമായി. ഷീച്ചി എവിടെ, ലിയോ ചേട്ടാ എന്ന് ഇതിനിടയിൽ ധ്യാനർ ചോദിച്ചു. അവൻ ഇനി വരില്ല. അവന് വേണ്ടി ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ട. ഇനി അവൻ അധികാരി യുവിന്റെ വീട്ടിലാണ് താമസിക്കുക. അത് കേട്ട് ചാൻസുവിന് സന്തോഷമാണുണ്ടായത്. അവന് അധികാരി യു ജോലി കൊടുത്തോ? അങ്ങനെയാണെങ്കിൽ അവന് നല്ല ശമ്പളം കിട്ടുമല്ലോ. അത് നമുക്കും നല്ലതാണ്. ഇന്നൊരു നല്ല ദിവസമാണല്ലോ എന്ന് അമ്മാവൻ മൂ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ ശ്യാവാവയ്ക്ക് മാത്രം ഒന്നും ഇറങ്ങുന്നില്ല. അവൾ അവിടെ നിന്നും ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി. അവൾ പോയത് നദിക്കരയിലേക്കാണ്. നോക്കിയപ്പോൾ അവിടെ യേശിച്ചിയുണ്ട്. ശ്യാവാവ് ആദ്യം അവനെ അവഗണിക്കാൻ നോക്കി. പക്ഷേ യേശിച്ചി അവളുടെ പിറകെ തന്നെ നടന്നു. ഇത് കണ്ട് ശ്യാവാവ് ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോഴും ഇതേ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ഇതിനൊരു സുഗന്ധമുണ്ട്. എനിക്കതിഷ്ടമല്ല. നീ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നിന്റെ കുടുംബം നിന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്ക് യേശിച്ചിയായി തന്നെ നിന്നാൽ മതി. ഇനി ഈ ലോകത്ത് യേശിച്ചിയില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ് ശ്യാവ്യാവ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇതേ സമയം ജുന്നി യേശിച്ചി ആരാണെന്ന് കണ്ടെത്തി. അത് പറയാനായി അവൻ സംശുവാന്റെ അടുത്തെത്തി. യേശിച്ചി ജിങ് എന്ന ഒരു വലിയ കുടുംബത്തിലെ 2ാമത്തെ പുത്രനാണ്. അവന്റെ പേര് തുഷാൻ ജിങ് എന്നാണ്. കുറച്ചു കഴിഞ്ഞ് ശ്യാവ്യാവ് നദിക്കരയിൽ പാത്രങ്ങൾ കഴുകാനായി എത്തി. അപ്പോൾ സാങ്ധ്യാനർ അവിടെ വന്നു. പാത്രങ്ങൾ ഞാൻ കഴുകാം എന്നവൾ പറഞ്ഞു. അതിനിടയിൽ ശ്യാവ്യാവ് അവളോട് ചോദിച്ചു, നിനക്ക് ഇവിടുത്തെ ജീവിതം ഇഷ്ടമായോ? എനിക്കിവിടെ വളരെ സ്വസ്ഥമായൊരു ജീവിതമാണുള്ളത്. എന്നെ സഹായിച്ചതിന് നന്ദി. നിനക്ക് നിന്റെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കയേയില്ലേ? ഭാവിയിൽ സങ്കടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ അകന്നു നിൽക്കുന്നതല്ലേ നല്ലത്? അങ്ങനെ ചെയ്താൽ ഭാവിയിലുണ്ടാകുന്ന വേദന ഒഴിവാക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ വേദനകളെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരിക്കും. എന്നാലത് നമ്മുടെ സന്തോഷങ്ങളെയും തടയും. അത് ശരിയാണല്ലോ എന്ന് ശ്യാവ്യാവിക്ക് തോന്നി. അവൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഇതേ സമയം ഷാങ്യുവിന്റെ പട്ടാള ക്യാമ്പിൽ പട്ടാളക്കാർക്ക് മലേറിയ പടർന്നു പിടിക്കുകയാണ്. അവിടുത്തെ പട്ടാളക്കാർ ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. ആ പട്ടാള ക്യാമ്പിലാണെങ്കിൽ ആവശ്യത്തിനുള്ള മരുന്നുമില്ല. അടുത്ത ദിവസം ശ്യാവ്യാവ് വീണ്ടും നദിക്കരയിലേക്ക് പോയി. യേശിച്ചി അവളെ ഇന്നും അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇത്തവണ അവന്റെ വസ്ത്രങ്ങൾക്ക് ആ സുഗന്ധമില്ല. അതുകണ്ട് ശ്യാവ്യാവയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവൾ അവളുടെ കീശയിൽ നിന്നും ഒരു കെട്ടെടുത്തു. അതിനകത്ത് കുറച്ച് പച്ചമരുന്നുകളായിരുന്നു. അതവൾ യേശിച്ചിക്ക് കൊടുത്തു. പിന്നീട് അവൾ ചോദിച്ചു, നിനക്കെത്ര വേലക്കാരികളുണ്ട്? 2. നിനക്കെത്ര പണമുണ്ട്? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ആ പണം കാരണമാണോ നിനക്ക് മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്? അതെ എന്നവൻ സമ്മതിച്ചു. ഞാനിപ്പോൾ തന്ന പച്ചമരുന്നില്ലേ, അതിലൊരു മരുന്ന് കൂടി ചേർത്താൽ ഏത് അസുരനെയോ ദേവനെയോ നിഷ്പ്രയാസം വീഴ്ത്താൻ കഴിയും. നീ ആ 9 ജീവനുള്ള ഭൂതം ഷാങ്ലിയൊന്നുമല്ല. 9 തവണ മരിച്ചാലും പുനർജീവിക്കാൻ ആരെങ്കിലും തരുന്ന സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കരുത്. അത് നിന്നോട് ഏറ്റവും അടുപ്പമുള്ള വേലക്കാരികളായാൽ പോലും നീ സൂക്ഷിക്കണം. ഇനി മറ്റുള്ളവർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ അത് മിണ്ടാതെ സഹിച്ചു നിൽക്കരുത്. അതാരായിരുന്നാലും ശരി, അവരോട് എതിർക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ അടുത്തേക്ക് നിനക്ക് തിരിച്ചു വരാം. എന്റെ അടുത്ത് നീ ഒരിക്കലും പട്ടിണി കിടക്കില്ല. ശരി എന്ന് യേശിച്ചി പറഞ്ഞു. ഇതേ സമയം ചെൻറോങ്ങിന്റെ പട്ടാള ക്യാമ്പിൽ മലേറിയ പടർന്നു പിടിക്കുന്ന വിവരം ജുന്നി സംശുവാനെ അറിയിച്ചു. അത് കേട്ട് സംശുവാൻ പറഞ്ഞു, ആ പട്ടാളക്കാർക്ക് ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ശ്രമിച്ചാൽ നമുക്കവരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താം. അവർക്ക് ആവശ്യം വരുന്ന മരുന്നുകളെല്ലാം നമുക്ക് വാങ്ങിവെക്കണം. അവർക്ക് മരുന്നുകൾ കിട്ടാതെ വന്നാൽ അവരോട് കീഴടങ്ങാൻ പറയാൻ എളുപ്പമായിരിക്കും. അത് കേട്ട് ജുന്നി ചോദിച്ചു, നമ്മളിപ്പോൾ അവരെ കീഴ്പ്പെടുത്തിയാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഷിയാനിലെ അങ്ങയുടെ ചെറിച്ചന്മാർക്ക് പോവില്ലേ? അങ്ങ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇക്കാര്യത്തിൽ എന്റെ നേട്ടമല്ല പ്രധാനം, ജനങ്ങളുടെ നന്മയാണ് എന്ന് സംശുവാൻ പറഞ്ഞു. പിന്നെ കാണുന്നത് ചിങ്ഷിയിലെ കഥ പറയുന്ന ഭൂതത്തെയാണ്. ഭൂതം പുതിയ വാർത്തകളുമായി എത്തിയിട്ടുണ്ട്. ഭൂതം പറഞ്ഞു, ഈ ദാഹ്വാൻ ലോകത്ത് 3 രാജകുടുംബങ്ങളും 4 പ്രഭുകുടുംബങ്ങളുമാണുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ 4 പ്രഭുകുടുംബങ്ങളെക്കുറിച്ചാണ്. ആ പ്രഭുകുടുംബങ്ങളിൽ ഏറ്റവും ധനവാന്മാരാണ് തുഷാൻ കുടുംബം.
അവർ പരമ്പരാഗതമായി കച്ചവടക്കാരാണ്. ചിങ്ചേ മലയിലാണ് ഈ തുഷാൻ കുടുംബത്തിന്റെ വീടുള്ളത്. ജേഡ് കല്ലുകളും സ്വർണ്ണ ഇഷ്ടികയും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബംഗ്ലാവ്. ഇപ്പോഴുള്ള 2 രാജകുടുംബങ്ങൾക്കും ഈ തുഷാൻ കുടുംബത്തോട് വലിയ ബഹുമാനമാണ്. കഥ പറയുന്ന ഭൂതത്തിന്റെ ഈ വാർത്തകൾ കേൾക്കാൻ അവിടെ കൂടിയിരിക്കുന്നവരിൽ സംശയാനും യേശിച്ചിയുമുണ്ട്. യേശിച്ചിയെയാണെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല. എംബ്രോയിഡറി ചെയ്ത വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് അവന്റെ ഗെറ്റപ്പ് തന്നെ മാറിയിരിക്കുകയാണ്. അവൻ എതിർവശത്തായിട്ടാണ് സംശുവാൻ ഇരിക്കുന്നത്. ഈ കഥ കേൾക്കുന്നതിനിടയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് യേശിച്ചിയെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്യാവ്യാവ് അവിടേക്ക് വന്നത്. അവൾ നേരെ പോയിരുന്നത് സംശുവാന്റെ അടുത്തേക്കാണ്. അവൾക്ക് പെട്ടെന്ന് യേശിച്ചിയെ കണ്ടിട്ട് മനസ്സിലായില്ല. സംശുവാന്റെ അടുത്ത് പോയിരുന്ന് കഴിഞ്ഞതിനു ശേഷമാണ് അവൾ അവനെ കണ്ടത്. കഥ പറയുന്ന ഭൂതം കഥ തുടരുകയാണ്. തുഷാൻ കുടുംബത്തിൽ ഇപ്പോൾ 2 അവകാശികളാണുള്ളത്. 2 സഹോദരന്മാർ. അതിൽ ഇളയ സഹോദരൻ ബുദ്ധിമാനും സുന്ദരനും എല്ലാ കലകളിലും പ്രഗത്ഭനുമാണ്. പ്രത്യേകിച്ചും ചെസ് കളിയിൽ മാത്രമല്ല കച്ചവടത്തിലും അവൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദാഹ്വാങ്ങിലെ പെൺകുട്ടികൾ സ്വപ്നം കാണുന്നത് ഈ ഇളയ തമ്പുരാനെയാണ്. എന്നാൽ അവന്റെ മൂത്ത സഹോദരന് അത്രയും കഴിവൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നത് ഈ ഇളയ തമ്പുരാനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവനായിരിക്കും തുഷാൻ കുടുംബത്തിലെ അടുത്ത പ്രഭു. ഇതിനിടയിൽ യേശിച്ചി പോയി ശ്യാവ്യാവയുടെ അടുത്തിരുന്നു. കഥ പറയുന്ന ഭൂതം അദ്ദേഹത്തിന്റെ കഥ തുടരുകയാണ്. ആ കുടുംബത്തിലെ അമ്മ തമ്പുരാട്ടി അവനു വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിക്കുകയാണ്. അവനെ വിവാഹം കഴിക്കാനായി പെൺകുട്ടികൾ നിരന്നു നിൽക്കുകയാണ്. അവസാനം അവരൊരു പെൺകുട്ടിയെ കണ്ടെത്തി. ഫങ് ഫങ് എന്നാണ് അവളുടെ പേര്. ഫങ് ഫങ് വളരെ സുന്ദരിയും അമ്പെയ്ത്തിൽ പ്രഗത്ഭയുമാണ്. പക്ഷേ വിധി എന്നല്ലാതെ എന്തു പറയാൻ. വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഇളയ തമ്പുരാന് അസുഖം ബാധിച്ചു. അതുകൊണ്ട് അവരുടെ വിവാഹം നടന്നില്ല. ആ ഇളയ തമ്പുരാൻ ഇപ്പോഴും ഏകാന്തവാസത്തിലാണ്. ഇപ്പോഴാ കുടുംബത്തിന്റെ അധികാരം അവന്റെ ചേട്ടനാണ്. ഇതൊക്കെ കേട്ട് ശ്യാവ്യാവ് യേശിച്ചിയെ നോക്കി. അവൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരാളാണ് അവളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെയാണ് അവൻ അണിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവന്റെ വിവാഹവും നിശ്ചയിച്ചിരിക്കുകയാണ്. നിന്റെ പേരെന്താണ് എന്ന് ശ്യാവ്യാവ് അവനോട് ചോദിച്ചു. ഇനി കാണുമ്പോൾ എനിക്ക് നിന്നെ യേശിച്ചിയെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചാൽ നിന്റെ ഭാര്യ എന്റെ നേർക്ക് അമ്പെയ്യും. അവൻ പറഞ്ഞു. എന്റെ പേര് തുഷാൻ ജിങ്. ഓ അത് ശരി. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താണ്? അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് കേട്ട് ശ്യാവ്യാവ് പറഞ്ഞു. ഞാൻ 6 വർഷങ്ങൾ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി. അതുകൊണ്ട് 6 വർഷത്തേക്ക് എന്റെ വൈദ്യശാലയുടെ വാടക നീ ഒഴിവാക്കി തരണം. അതോടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാധ്യത ഇല്ലാതാവും. ഇതും പറഞ്ഞ് ശ്യാവ്യാവ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനൊരുങ്ങി. തുഷാൻ ജിങ് അവളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അവന് കഴിഞ്ഞില്ല. ശ്യാവ്യാവ് ഒരു ചൂളം വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. 6 വർഷമായി തുഷാൻ ജിങ് അവളുടെ വീട്ടിലാണ് കഴിയുന്നത്. പക്ഷേ അവൻ ആരാണെന്ന് ഇതുവരെ അവൻ വെളിപ്പെടുത്തിയില്ല. അതിന്റെ ദേഷ്യവുമുണ്ടവൾക്ക്. അടുത്ത ദിവസം രാവിലെ തുഷാൻ ജിങ് യേശിച്ചിയായി മാറി നദിക്കരയിലെത്തി. ശ്യാവ്യാവ് ഇതറിഞ്ഞു. എന്നാലും അവൾ അവനെ കാണാൻ പോയില്ല. ആ ദിവസം മുഴുവൻ യേശിച്ചി അവൾക്കായി അവിടെ കാത്തിരുന്നു. യേശിച്ചി അവിടെ കാത്തു നിൽക്കുകയാണെന്ന് ശ്യാവ്യാവയ്ക്കും അറിയാം. രാത്രിയായി. ശ്യാവ്യാവയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ മുറ്റത്തൊരു കസേലയിൽ കിടന്ന് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഷാങ്ലു അവിടെ എത്തുന്നത്. ശ്യാവ്യാവോ കണ്ണടച്ചു കിടന്നു. നീ ഉറങ്ങുമല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉറങ്ങുവാണ്. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ട് ഷാങ്ലു അവളെ കസേരയിൽ നിന്നും തള്ളി താഴേക്കിട്ടു. അവൾക്ക് നന്നായി വേദനിച്ചു. നിന്റെ കൂടെയുള്ളവൻ തുഷാൻ കുടുംബത്തിൽ നിന്നുള്ളവനാണോ? എന്റെ കൂടെയുള്ളവനോ? നീ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? അമ്മാവൻ മൂവോ അതോ ചാൻസുവും മാസുമോ? ഇത് കേട്ട് ദേഷ്യം കൊണ്ടവൻ അവളുടെ കഴുത്തിൽ പിടിച്ചു. ഞാൻ നിന്നോട് കുറച്ച് നന്നായി പെരുമാറാമെന്ന് കരുതിയാൽ നീ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവനവന്റെ ദംഷ്ട്രകൾ കാട്ടി. എന്റെ സൈന്യത്തിലെ ആളുകൾക്ക് ഒരസുഖം പിടിപെട്ടിരിക്കുകയാണ്. അവർക്ക് അത്യാവശ്യമായി മരുന്നുകൾ വേണം. നിനക്ക് തുഷാൻ ജിങ്ങിനോട് ചോദിച്ച് ഞങ്ങൾക്ക് മരുന്നെത്തിച്ചു തരാൻ കഴിയുമോ? ഞാനെന്തിനത് ചെയ്യണം എന്നവൾ ചോദിച്ചു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും എന്ന അസുരൻ അവളോട് പറഞ്ഞു. എന്നാൽ നീ എന്നെ തിന്ന്. അവനോട് പോയി ചോദിക്കുന്നതിലും ഭേദം അതാണ്. അത് കേട്ട് ഷാങ്ലു ചോദിച്ചു. നിനക്ക് തുഷാൻ ജിങ്ങിന്റെ ചേട്ടനെ കുറിച്ച് അറിയാമോ? 10 വർഷങ്ങൾക്ക് മുമ്പ് തുഷാൻ ജിങ്ങിനെ അവന്റെ വിവാഹത്തിന് മുൻപ് അവന്റെ ചേട്ടൻ അപ്രത്യക്ഷനാക്കി. എനിക്ക് വേണമെങ്കിൽ അവന്റെ ചേട്ടനോട് മരുന്നിനായി സഹായം ചോദിക്കാം. പകരം അവരെന്നോട് ആവശ്യപ്പെടുന്നത് തുഷാൻ ജിങ്ങിനെ കൊല്ലാനായിരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ തുഷാൻ ജിങ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നീ തന്നെ പറ. ഇത് കേട്ടിട്ടും ശ്യാവ്യാവ് കുലുങ്ങിയില്ല. ഷിയാൻ രാജ്യം നിന്റെ തലക്ക് വില പറഞ്ഞിരിക്കുകയാണ്. നിന്നെ ഇപ്പോൾ കൊന്നാൽ എനിക്കും പണം കിട്ടും. അല്ല, അവൻ നിന്നെ സഹായിച്ചാൽ അവൻ എന്ത് കിട്ടും? ഷാങ്ലു പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഒരു കൊലയാളിയായി ജോലി ചെയ്യാറുണ്ട്.
എപ്പോഴെങ്കിലും തൂഷാൻജിങ്ങിന്റെ ചേട്ടൻ തൂഷാൻജിങ്ങിനെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് നിരസിക്കും. അതല്ല, തൂഷാൻജിങ് അവന്റെ ചേട്ടനെ കൊല്ലാൻ എന്നെ സമീപിച്ചാൽ ഞാനത് ചെയ്തു കൊടുക്കും. എന്നാലും അവളുടെ സംശയം മാറുന്നില്ല. അവൾ ചോദിച്ചു, നീ എന്തിനാണ് ചെൻറോങ് സൈന്യത്തിനു വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? അത് കേട്ട് ഷാങ്ലു പറഞ്ഞു, നിനക്ക് ബോറടിക്കാതിരിക്കാൻ നീ ഇവിടെ കുറച്ച് മണ്ടന്മാരെ സംരക്ഷിക്കുന്നില്ലേ? എന്നാൽ പിന്നെ എനിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്താലെന്താ? അത് കേട്ട് ഷ്യാവാവ് ചിരിച്ചുപോയി. അവർ രണ്ടുപേരും കൂടെ തുഷാൻജിങ്ങിനെ കാണാൻ നദിക്കരയിലേക്ക് പോയി. തുഷാൻജിങ് ഷ്യാവ്യാവെയും കാത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്ന് ഷ്യാവ്യാവ് തുഷാൻജിങ്ങിനോട് പറഞ്ഞു. എനിക്ക് കുറച്ച് പച്ചമരുന്നുകൾ വേണം. അതിന്റെ ലിസ്റ്റ് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവൻ മറുത്തൊന്നും ചോദിക്കാതെ ശരിയെന്ന് സമ്മതിച്ചു. മരുന്നുകൾ ചിങ്ഷയിലെത്തിക്കഴിഞ്ഞാൽ നീ എന്നെ അറിയിക്കണേ. പക്ഷേ പകരമായി നിനക്ക് തരാൻ എന്റെ കയ്യിൽ പണമൊന്നുമില്ല. എനിക്ക് നീ പണമൊന്നും തരണ്ട എന്ന് പറഞ്ഞ് തൂഷാൻജിങ് അവിടെ നിന്നും പോയി. ഷ്യാവ്യാവ് തിരിഞ്ഞ് ഷാങ്ലുവിനോട് പറഞ്ഞു, എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. തൂഷാൻജിങ് മരുന്നുമായി തിരിച്ചു വരുന്നതുവരെ നീ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഷാങ്ലു അവളെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഞാനൊരു പുതിയ വിഷമുണ്ടാക്കിയിട്ടുണ്ട്, അത് പരീക്ഷിച്ചു നോക്കാലോ. ഷാങ്ലു അവളെ തൂക്കിയെടുത്തു കൊണ്ടുപോയി. അവർ പട്ടാള ക്യാമ്പിലെത്തി. ഷാങ്ലു അവളെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്നാണ് അവൾ കരുതിയത്. അതുകൊണ്ട് അവൾ കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണ്. അവളുടെ ക്യൂട്ടായിട്ടുള്ള നിൽപ്പ് കണ്ടിട്ട് അവൻ അവളുടെ തലയിൽ തലോടാൻ പോയി. അവൻ അറിയാതെ അവന്റെ ഉള്ളിൽ എപ്പോഴോ ഷ്യാവ്യാവയുടെ സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ ഉടൻ തന്നെ അവൻ അവന്റെ കൈ പിൻവലിച്ചു. എത്രയോ കാലമായി അവനൊരു പരിക്കൻ സ്വഭാവക്കാരനായിട്ടാണ് ആളുകളുടെ മുന്നിലെത്തിയിരുന്നത്. മറ്റുള്ളവർ അവനോട് കൂടുതൽ അടുക്കാതിരിക്കാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം. നമ്മൾ പട്ടാള ക്യാമ്പിലാണുള്ളത്, നീ കണ്ണു തുറക്ക് എന്ന് ഷാങ്ലു അവളോട് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് അവൾ കണ്ണു തുറന്നത്. ഷാങ്ലു അവളെ പട്ടാള ക്യാമ്പിനകത്തേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടിട്ടും ഷ്യാവ്യാവയ്ക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. നിന്നെപ്പോലെ ശക്തനായ ഒരാൾ എന്തിനാണ് ഇങ്ങനൊരു സ്ഥലത്ത് ജീവിക്കുന്നത്? ആ മരുന്നിങ്ങതാ എന്ന് ഷാങ്ലു പറഞ്ഞു. ഇത് 100 വിഷഗുളികകൾ ചേർത്തുണ്ടാക്കിയ കൊടിയ വിഷമാണ്, ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ഷ്യാവ്യാവ് അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് അവന് കൊടുത്തു. ഒരു സാധാരണ മരുന്ന് കുടിക്കുന്നത് പോലെ അത് കുടിച്ച് ഷാങ്ലു അവിടെ കണ്ണടച്ചു കിടന്നു. അവൾ ഉടനെ ഒരു മന്ത്രം ജപിച്ച കായെടുത്ത് അവളുടെ രക്തം അതിലേക്കിറ്റിച്ചു. അതിനകത്തുനിന്നും 2 പ്രകാശകണികകൾ പുറത്തു വന്നു. ഒന്ന് അവളുടെ ശരീരത്തിൽ കയറി, മറ്റൊന്നവൾ ഷാങ്ലുവിന് നേരെ അയച്ചു. പക്ഷേ അപ്പോഴേക്കും ഷാങ്ലു കണ്ണു തുറന്നു. ഷ്യാവ്യാവ് എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവനുടനെ ഒരു പുതപ്പെടുത്ത് അവൾക്ക് നേരെ ഇട്ടുകൊടുത്തു. കിടന്നുറങ്ങ് എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായി ആ പട്ടാള ക്യാമ്പിലെ 2 പേർ കൂടെ അസുഖം ബാധിച്ചു മരിച്ചു. അവരുടെ സംസ്കാര ചടങ്ങിൽ വെച്ച് ചെൻറോങ്ങിലെ സൈന്യം ഒരു പ്രതിജ്ഞ ചെയ്തു. സമയം നല്ലതായാലും മോശമായാലും ഞങ്ങൾ ചെൻറോങ്ങിനോട് വിശ്വസ്തത പുലർത്തും. ചെൻറോങ് ഒരിക്കലും കീഴടങ്ങില്ല. ഇത് കേട്ട് ചെൻറോങ് സൈന്യത്തിന്റെ രാജ്യഭക്തി അവൾക്ക് മനസ്സിലായി. അവർക്ക് വേണ്ടി അവൾക്കാവുന്നതെല്ലാം ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. ഇതേസമയം തൂഷാൻജിങ് അധികാരി യുവിനെ വിളിപ്പിച്ചു. എല്ലാ വലിയ കുടുംബങ്ങളും അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി മരുന്നുകൾ ശേഖരിച്ചു വച്ചിട്ടുണ്ടാവും. എന്റെ പേര് പറഞ്ഞ് അവരെയെല്ലാം പോയി കാണണം. മരുന്നുകൾക്ക് പകരമായി എന്റെ കയ്യിലുള്ള ഗൂഷേരത്നം ഞാൻ അവർക്ക് കൊടുക്കും. ഗൂഷേരത്നം ദേവന്മാരുടെ കയ്യിലുള്ള അമൂല്യമായ രത്നമാണ്. ഷ്യാവ്യാവയ്ക്ക് സന്തോഷമാകുമെങ്കിൽ എന്തു ചെയ്യാനും അവൻ തയ്യാറാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ജുന്നി സംശുവാനെ കാണാനെത്തി. തൂഷാൻജിങ് മരുന്നുകൾ ശേഖരിച്ച് ചിങ്ഷി പട്ടണത്തിലേക്ക് എത്തിക്കുകയാണ് എന്നവൻ അറിയിച്ചു. തൂഷാൻ കുടുംബവും ഷാങ്ലിയും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്ക്. എന്നിട്ട് മരുന്നുകൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്ക്. ദിവസങ്ങൾ കഴിഞ്ഞു, മരുന്ന് ഇനിയും എത്തിയിട്ടില്ല. അസുഖം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഷ്യാവ്യാവയ്ക്കാണെങ്കിൽ ഇത് കണ്ടുനിൽക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ ഉടനെ അവളെ കയ്യിൽ ഞരമ്പ് മുറിച്ച് സൈനികർക്ക് കൊടുക്കാനുള്ള മരുന്നിൽ കുറച്ച് രക്തം ചേർത്തു. ഇത് കണ്ടുകൊണ്ടുവന്ന ഷാങ്ലു അവളെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇവിടെ ഒരുപാട് സൈനികരുണ്ട്. അവരെ എല്ലാം രക്ഷിക്കണമെങ്കിൽ നിന്റെ മുഴുവൻ രക്തവും കൊടുക്കേണ്ടി വരും. എന്നാലും അത് തികയില്ല. പെട്ടെന്ന് തൂഷാൻജിങ് അവരെ കാണാനെത്തിയിട്ടുണ്ടെന്ന് അവർക്ക് അറിയിപ്പ് ലഭിച്ചു. മരുന്നുകൾ ചിങ്ഷയിൽ എത്തിച്ചിട്ടുണ്ട് എന്നറിയിക്കാനാണ് തൂഷാൻജിങ് വന്നത്. ഇത് കേട്ടതും ഷാങ്ലു പട്ടാള ക്യാമ്പിലേക്ക് തിരിച്ചുപോയി. ഷ്യാവ്യാവ് സ്വതന്ത്രയായി. ഷ്യാവ്യാവയ്ക്കിപ്പോൾ ഷാങ്ലുവിനോട് പണ്ടത്തെ അത്ര ദേഷ്യമൊന്നുമില്ല എന്ന് തൂഷാൻജിങ്ങിന് മനസ്സിലായി. അന്ന് രാത്രി ഷ്യാവ്യാവ് ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ ഷാങ്ലു അവളുടെ അടുത്തിരിപ്പുണ്ട്. അവന് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ട്. തൂഷാൻജിങ് പറഞ്ഞതനുസരിച്ച് മരുന്നെടുക്കാൻ പോയതായിരുന്നു അവൻ. പക്ഷേ അവിടെ വെച്ച് അവൻ ആക്രമിക്കപ്പെട്ടു. ആരാണ് നിന്നെ ആക്രമിച്ചത്? എനിക്കറിയില്ല. പക്ഷേ എന്നെ കഴിഞ്ഞ തവണ ആക്രമിച്ച അതേ സംഘം തന്നെയാണ് ഇത്തവണയും എന്നെ ആക്രമിച്ചത്. ഷ്യാവ്യാവ് ഉടനെ അവളുടെ കഴുത്ത് അവന് കാണിച്ചു കൊടുത്തു.
മുറിവുകൾ ഭേദമാവാനായി അവൻ അവളുടെ രക്തം കുടിച്ചു. അപ്പോഴാണ് ഷ്യാവ്യാവയ്ക്കൊരു കാര്യം ഓർമ്മ വന്നത്. അവൾ പണ്ട് ശുവാനിന്റെ മദ്യശാലയിൽ ഒളിച്ചിരുന്നപ്പോൾ ശുവാനും അവന്റെ സൈനികനും തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേട്ടിരുന്നു. അന്ന് അവർ സംസാരിച്ചത് ഷാങ്ലുവിനെ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ്. അവൾ അത് ഷാങ്ലുവിനോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഷാങ്ലു അവിടുന്ന് എഴുന്നേറ്റ് പോവാനൊരുങ്ങി. ഇത് കണ്ട് ഷ്യാവ്യാവ് പറഞ്ഞു, രക്തച്ചൊരിച്ചിലില്ലാതെ ആ മരുന്നുകൾ തിരിച്ചെടുക്കാൻ ഒരു വഴിയുണ്ട്. ഇതേ സമയം ജുന്നി വീണ്ടും സംശുവാനെ കാണാനെത്തി. അവന് പരിക്കേറ്റിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്നും ഷാങ്ലു രക്ഷപ്പെട്ടു കളഞ്ഞു എന്നവൻ സംശുവാനോട് പറഞ്ഞു. ഷാങ്ലു ഇനി വെറുതെ ഇരിക്കില്ല എന്ന് സംശുവാന് മനസ്സിലായി. അവൻ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പേ ഞാനവനെ അങ്ങോട്ട് പോയി നേരിടാം എന്ന് പറഞ്ഞ് സംശുവാനും ജുന്നിയും കൂടെ ഷാങ്ലുവിനെ തിരക്കിയിറങ്ങി. അവർ പോയി കഴിഞ്ഞതിനു ശേഷം ഷ്യാവ്യാവ വന്ന് സംശുവാന്റെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് സാങ്ങാണ്. അവൾ സാങ്ങിനോട് പറഞ്ഞു, സംശുവാൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു വെളുത്ത മുടിയും വെളുത്ത വസ്ത്രവും അണിഞ്ഞ ഒരു ഭൂതം അവനെ ആക്രമിക്കുകയാണ്. അദ്ദേഹം എവിടെയാണുള്ളത് എന്ന് സാങ് വേവലാതിയോട് ചോദിച്ചു. അതാ അവിടെയാണ് എന്നവൾ ദൂരേക്ക് കൈ ചൂണ്ടി. സാങ് അങ്ങോട്ടോടി. അത് കഴിഞ്ഞ് ഷ്യാവ്യാവ് ആ വാതിൽക്കൽ തന്നെ നിന്ന് ശുവാന്റെ പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ഹൈത്താങ്ങും നിയാനും പുറത്തേക്ക് വന്നു. എന്തിനാണ് ഈ അർദ്ധരാത്രി ഇവിടെ കിടന്ന് അലറുന്നത് എന്ന് നിയാൻ അവളോട് ചോദിച്ചു. അതിന് നീ എന്നോട് എപ്പോഴെങ്കിലും മര്യാദക്ക് പെരുമാറിയിട്ടുണ്ടോ എന്ന് ഷ്യാവ്യാവ് തിരിച്ച് അവളോട് ചോദിച്ചു. ശുവാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എത്ര തവണ തല്ലിയിട്ടുണ്ടാകുമെന്നറിയാമോ? ഇത് കേട്ട് നിയാൻ അവളെ ഇടിക്കാൻ പോയി. ഷ്യാവ്യാവ് അവിടുന്ന് ഇറങ്ങിയോടി. നിയാനും പിറകെ ഓടി. അവരുടെ പിറകെ ഹൈത്താങ്ങുമുണ്ട്. ഹൈത്താങ്ങിന് പിറകിൽ ഷാങ്ലുവിന്റെ ഒരു സൈനികൻ വന്ന് അവളെ ബോധം കെടുത്തി. ഇതൊന്നും അറിയാതെ നിയാൻ ഷ്യാവ്യാവയുടെ പിറകെ തന്നെ ഓടുകയാണ്. ഇതേസമയം ഷാങ്ലു സംശുവാനെയും കാത്ത് വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. അവരുടെ ഏറ്റുമുട്ടൽ കുറേ നേരം തുടർന്നു. അവസാനം സംശുവാന്റെ ആളുകൾ ഷാങ്ലുവിനെ വളഞ്ഞു. ആ സമയത്താണ് ആകാശത്തൊരു സന്ദേശം പ്രത്യക്ഷപ്പെടുന്നത്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഷാങ്ലു അവിടെ നിന്നും പോയി. ഈ സമയമായപ്പോഴേക്കും ഷ്യാവ്യാവും നിയാനും ഓടി ഓടി കുറേ ദൂരം ചെന്നിരുന്നു. പെട്ടെന്ന് ഷാങ്ലുവിന്റെ ആളുകൾ വന്ന് നിയാനെ വളഞ്ഞു. അവരവളെ കെട്ടിയിട്ടു. ഷ്യാവ്യാവ് നിയാനെയും തോളിൽ തൂക്കി ദൂരെ ഒരിടത്തേക്ക് കൊണ്ടുപോയി. ഷാങ്ലിയും അവിടെയുണ്ട്. ഇതേസമയം സംശുവാൻ വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ അവനെ കാത്തിരുന്നത് നിയാനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്തയാണ്. നിയാനെ തിരിച്ചു വേണമെങ്കിൽ മരുന്നുകൾ വിട്ടുതരണം എന്നൊരു കുറിപ്പും അവിടെയുണ്ടായിരുന്നു. ഷ്യാവ്യാവ് ആണ് നിയാനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഹൈത്താങ് സംശുവാനോട് പറഞ്ഞു. എന്റെ അടുത്ത സഹോദരിയെ കൂടി നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അവളെ വേദനിപ്പിച്ചവർ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സംശുവാൻ നിയാനെയും തേടിയിറങ്ങി.